കർത്താവിന് മഹത്വം. എല്ലാ സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ അതിശ്രേഷ്ഠ നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ഓരോ ദിവസവും കരം പിടിച്ച് നമ്മെ നടത്തുന്ന സർവശക്തനായ ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. നമ്മുടെ ദൈവം മഹാദൈവവും മഹാരാജാവുമാണ്. ഭൂമിയുടെ അധോഭാഗങ്ങൾ ദൈവത്തിൻ്റെ കയ്യിലാണ്. 24-ാം സങ്കീർത്തനത്തിൽ ഭക്തൻ പറയുന്നു, ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ഭൂതലവും അതിൻ്റെ നിവാസികളും യഹോവയ്ക്കുള്ളത്. ദൈവത്തിനുള്ളതിനെ ദൈവം അറിയുന്നു. ദൈവത്തിനുള്ളതിനെ ദൈവം നടത്തും. ഒന്നിനെയും അതുകൊണ്ടാണ് യോഹന്നാൻ സുവിശേഷം തനിക്കുള്ളതിനെ അറിയുന്ന നല്ലൊരിടയൻ. ആടുകളുടെ എല്ലാ സ്പന്ദനങ്ങളും വ്യക്തമായി മനസ്സിലാക്കുന്ന ഇടയൻ. പതുക്കെ നടത്തേണ്ടതിനെ പതുക്കെ, മാർവിടത്തിൽ വഹിക്കേണ്ടതിനെ മാർവിടത്തിൽ വഹിക്കുന്ന ശ്രേഷ്ഠനായ ഒരിടയനെയാണ് നാം സേവിക്കുന്നത്. ആകാശവും ഭൂമിയും മാറിപ്പോയാലും അവിടുത്തെ വചനങ്ങൾക്കൊരു കാലഘട്ടത്തിലും മാറ്റമില്ല. ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് അരുളി ചെയ്ത ദൈവത്തിൻ്റെ ശ്രേഷ്ഠഭുജം ഇന്ന് പകലിലും നമുക്ക് വേണ്ടി വെളിപ്പെട്ടു വരികയാണ്. ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വൃദ്ധന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാണ്. വേഗത്തിൽ പ്രതിക്രിയ നടത്തി അവരെ രക്ഷിക്കും. വേഗത്തിൽ ശീഘ്രമായി കുറഞ്ഞവനായിരവും വലിയൊരു ജാതിയായിത്തീരും. യഹോവയായ ഞാൻ ശീഘ്രമായി. ഇത് സംഭവിക്കുന്ന 1000 ഒറ്റ മിനിറ്റ് കൊണ്ടാകും, ഒറ്റ സെക്കൻഡ് കൊണ്ടാകും. ദൈവത്തിൻ്റെ ഒരു വാക്ക് മതി പ്രിയരെ നമ്മുടെ അവസ്ഥകൾക്ക് വ്യത്യാസം. നമ്മളിന്ന് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്താൻ എൻ്റെ ദൈവത്തിൻ്റെ ഒരു വാക്ക് മതി. വാക്കിൽ വിശ്വസ്തനായ ദൈവം, പ്രവൃത്തിയിൽ ഭയങ്കരനായ ദൈവം. അതുകൊണ്ടാണ് ശതാധിപൻ പറഞ്ഞത്, കർത്താവേ, അങ്ങ് ഒരു വാക്ക് കൽപ്പിച്ചാൽ അസാധ്യമെന്ന് തോന്നുന്ന വിഷയത്തിന്മേൽ സാധ്യതകൾ വരുത്താൻ അങ്ങയുടെ ഒരു വാക്കിന് പറ്റും. ഞാനത് വിശ്വസിക്കുന്നു. നമുക്കത് ഏറ്റെടുക്കാൻ കഴിയുമോ? ദൈവത്തിൻ്റെ ഒരു വാക്ക് മതി സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ. ദാവീദ് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന, ദൈവമേ, എൻ്റെ കാലഗതികൾ നിൻ്റെ കയ്യിലായിരിക്കുന്നു. ശൗലിൻ്റെ കയ്യിലല്ല, അബ്ശാലോമിൻ്റെ കയ്യിലല്ല, ഫെലിസ്ത്യ ശക്തിയുടെ കയ്യിലല്ല, അന്യായ ശക്തിയുടെ കയ്യിലല്ല. നമ്മുടെ കാലഗതികൾ ഇരിക്കുന്നത് എന്ന് ഇന്ന് പ്രഭാതത്തിൽ വ്യക്തമായി മനസ്സിലാക്കാൻ നമുക്കിടയായിത്തീർന്നാൽ നമ്മൾ ധന്യരായിത്തീരും. അതുകൊണ്ട് കാലങ്ങളെയും സമയങ്ങളെയും മാറ്റുന്നൊരു ദൈവമുണ്ട്. രാജാക്കന്മാർ, അധികാരങ്ങൾ, ഇതിനെയൊക്കെ ഒറ്റ സെക്കൻഡ് കൊണ്ടാണ് ദൈവം മാറ്റുന്നത്. ഏറ്റവും താണതിനെ രാജസ്ഥാനത്ത് കൊണ്ടുവന്ന ഒരു ദൈവമല്ലേ നമ്മുടെ ദൈവം? എളിയവനെ പൊടിയിൽ നിന്നും ദരിദ്രനെ കുപ്പയിൽ നിന്നും ഉയർത്തി പ്രഭുക്കന്മാരോടുകൂടെ, തൻ്റെ ജനത്തിൻ്റെ പ്രഭുക്കന്മാരോടുകൂടെ തന്നെ ഇരുത്തുന്ന വാഴ്ത്തപ്പെട്ട കർത്താവിനെയല്ലേ നമ്മൾ സേവിക്കുന്നത്? ആ കരം കുറുതായോ, ആ ചെവി മന്ദമായോ? അവിടുത്തെ പ്രവൃത്തികൾ ഇന്നുമില്ലേ? വിശ്വസിക്കൂ. കുതിരകളെപ്പോലെ തൻ്റെ ജനത്തെ കാലിടറാതെ വണ്ണം
ആഴിയിലൂടെ നടത്തിയ ദൈവം ഇന്നും എൻ്റെ ദൈവമാണ് എന്ന് വിളിച്ചു പറയാൻ നമുക്കിടയാവണം. യിരെമ്യാപ്രവചനം 33-6 വാക്യം നമ്മൾ വീണ്ടും ചിന്തിക്കുന്നു. വളരെ നമ്മൾ ഒത്തിരി പ്രസംഗം കേട്ട ഭാഗമാണ്. ഇതാ ഞാൻ രോഗശാന്തിയും ആരോഗ്യവും വരുത്തി അവരെ സൗഖ്യമാക്കി. സമാധാനത്തിൻ്റെയും സത്യത്തിൻ്റെയും സമൃദ്ധി അവർക്ക് വെളിപ്പെടുത്തുകയും ചെയ്യും. യഹോവയായ ദൈവത്തിൻ്റെ അരുളപ്പാടാണ്. യിരെമ്യാവ് കാവൽപ്പുരമുറ്റത്ത് അടയ്ക്കപ്പെട്ടിരിക്കുമ്പോൾ യഹോവയുടെ അരുളപ്പാട് 2-ാം പ്രാവശ്യം. അടയ്ക്കപ്പെട്ട അവസ്ഥയിലും ഒതുക്കപ്പെട്ട അവസ്ഥയിലും ചലിക്കാൻ പറ്റാത്ത ഇടത്തും ദൈവശബ്ദം കേൾക്കുന്നവനാണ് ആത്മാവിൽ ശക്തിയാപ്പെട്ട് മുമ്പോട്ട് പോകുന്നത്. ഒന്നുകൂടെ പറയുന്നു, ഒതുക്കപ്പെട്ട അവസ്ഥയിലും മൂവ് ചെയ്യാൻ പറ്റാത്തപ്പോഴും ദൈവശബ്ദം കേൾക്കുന്നവൻ ശക്തനായി പുറത്തു വരും. അവിടെ നിരാശ പിന്നെ വരില്ല. കാരണം തന്നോട് സംസാരിച്ചൊരു ദൈവം സർവശക്തനാണ്. ഫോഷ്ക്ക് പറയാത്ത ദൈവമാണ്. ഉവ്വ ഉവ്വ എന്ന് അരുളി ചെയ്യുന്ന ദൈവമാണ്. കാരണം യിരെമ്യാവിനെ വിളിച്ചപ്പോൾ കേൾപ്പിച്ച ശബ്ദമുണ്ട്, ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ ദൈവമാണ്. അവർ നിന്നെ ജയിക്കുകയില്ല എന്ന് പറഞ്ഞ് തൻ്റെ നാവിനോടുകൂടെ ഇരിക്കാം എന്ന് പറഞ്ഞ് വചനം നാവിൽ കൊടുത്തൊരു ദൈവം അടയ്ക്കപ്പെട്ട അവസ്ഥ വരുമ്പോൾ മാറത്തില്ല. അതുകൊണ്ടാണ് ദൈവം വീണ്ടും വീണ്ടും ദൈവശബ്ദം കേൾപ്പിച്ചത്. ഇപ്പോൾ യിരെമ്യാവിനോട് ചോദിച്ചാൽ പറയും, അന്ന് കേട്ട അതേ ദൈവശബ്ദം ഞാൻ വീണ്ടും വീണ്ടും കേട്ടുകൊണ്ടിരിക്കുക. സ്വാതന്ത്ര്യം നഷ്ടപ്പെടുമ്പോഴും ഇവിടെ നിന്ന് പുറത്തു വരാൻ പറ്റത്തില്ലെന്ന് എല്ലാവരും പറയുമ്പോഴും, പ്രിയരെ, ദൈവശബ്ദമല്ലേ നമ്മളെ ബലപ്പെടുത്തുന്നത്? ദൈവശബ്ദമല്ലേ നമ്മളെ ശക്തീകരിക്കുന്നത്? ദൈവത്തിൻ്റെ ശബ്ദമല്ലേ നമ്മളെ മൂവ് ചെയ്യിപ്പിക്കുന്നത്? എന്നിട്ട് പറഞ്ഞു, യിരെമ്യാവേ, നീ കേൾക്കുന്ന ശബ്ദം, ഇതാ ഞാൻ രോഗശാന്തിയും ആരോഗ്യവും വരുത്തും എൻ്റെ ജനത്തിന്. കൽദയരുടെ കയ്യിൽ അകപ്പെട്ട ജനം, നിരാശയകത്ത് വന്ന ജനം, സമാധാനം നഷ്ടപ്പെട്ട ജനം, സമൃദ്ധിയില്ലാത്ത ജനം, മാറാത്ത പരിക്കുകൾ, മാറാത്ത രോഗങ്ങൾ. 30-ാം അധ്യായത്തിൽ അതാണ് എഴുതിയിരിക്കുന്നത്. ഭ്രഷ്ടയെന്ന വിധിക്കപ്പെട്ട ജനം, അവരോട് പരിശുദ്ധാത്മാവിന് പറയാനുള്ളത്, ഇതാ ഞാൻ രോഗശാന്തി വരുത്തും, രോഗശാന്തി വരുത്തും. ഏത് രോഗവും തുടക്കത്തിൽ ആവർത്തിച്ചത് ഒന്നുകൂടെ പറയട്ടെ. മാറാത്ത രോഗങ്ങൾ, മറക്കാൻ പറ്റാത്ത പരുക്കുകൾക്ക് ഇന്ന് പ്രഭാതത്തിൽ മാനസികമാകട്ടെ ശാരീരികമാകട്ടെ എല്ലാ മേഖലകളിലും ശാന്തി വരുത്താൻ കഴിവുള്ളവൻ്റെ സാന്നിധ്യം നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ടച്ച് ചെയ്യുകയാണ്. ഇതാ ഞാനെന്ന് പറഞ്ഞ പദം അധികാരത്തെ കാണിക്കുക. ഞാൻ, ആർക്കും തോൽപ്പിക്കാൻ പറ്റാത്ത ഞാൻ, കൈക്കരുത്തുള്ള ഞാൻ, സമുദ്രത്തിൻ്റെ അറ്റത്ത് എന്ന് പാർത്താലും അവിടെയും ഇറങ്ങി വരുന്ന ഞാൻ, സകല ജഡത്തിൻ്റെ യഹോവയായ ഞാൻ പ്രവർത്തിച്ചാൽ ആർക്കും തടയാൻ പറ്റാത്ത ഞാൻ, പുനരുത്ഥാനവും ജീവനുമായ ഞാൻ, ആടുകളുടെ ഇടയനായ ഞാൻ തന്നെ, അത് എൻ്റെ നാമം എന്ന് പറഞ്ഞവൻ ഇന്ന് പകൽ വിളിച്ചു പറയുന്നു, ഞാൻ രോഗശാന്തി വരുത്തിയാൽ, ഞാൻ ആരോഗ്യം വരുത്തിയാൽ ഒരു കൽദയറിനും അത് തടയാൻ പറ്റത്തില്ല. ഒരു ബാബേൽ ശക്തിക്കും അതിനെ പിടിച്ചൊതുക്കാൻ പറ്റത്തില്ല. ഇതാ ഞാൻ രോഗശാന്തി വരുത്തുന്നു,
ആരോഗ്യം വരുത്തുന്നു. ചാവാറായ ശേഷിപ്പുകൾ, ശോഷിച്ചുപോയ അനുഭവങ്ങൾ, ആത്മീയതയിൽ ശൂന്യമാക്കപ്പെട്ട് തളർന്നുപോയ ചിലരെ ഇന്ന് പകൽ ശക്തിയില്ലാത്ത ചിലതിന് പരിശുദ്ധാത്മാവ് ശക്തി നൽകുന്നു, ബലം കൽപ്പിക്കുന്നു. നിരാശകൾ മാറി ആത്മാവിൽ കുതിക്കട്ടെ. ഒരു റോക്കറ്റ് കുതിക്കുന്നത് പോലെ അഭിഷേകത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ ഇതാ ഞാൻ ആരോഗ്യവും രോഗശാന്തിയും വരുത്തി സമാധാനത്തിൻ്റെയും സത്യത്തിൻ്റെയും സമൃദ്ധി. നഷ്ടപ്പെട്ട സമാധാനം മടങ്ങി വരികയല്ല, സമൃദ്ധിയായി മടങ്ങി വരികയാണ്. സമാധാനത്തിൻ്റെ ഒരു സമൃദ്ധി, ജീവൻ്റെ ഒരു സമൃദ്ധി അവിടുന്ന് വിളിച്ചു പറഞ്ഞു. ജീവൻ തരാനും സമൃദ്ധിയായ ജീവൻ തരാനും ഞാൻ വന്നിരിക്കുന്നു. ജീവൻ്റെ സമൃദ്ധി, സമാധാനത്തിൻ്റെ സമൃദ്ധി, സത്യത്തിൻ്റെ സമൃദ്ധി, അഭിഷേകത്തിൻ്റെ സമൃദ്ധി ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുടെ മേൽ വെളിപ്പെടുത്തിയിട്ട് അവിടുന്ന് വിളിച്ചു പറയുക, ഞാൻ വന്നിരിക്കുന്നു, ഞാൻ വന്നിരിക്കുന്നു. നൽകേണ്ടത് നൽകുവാൻ, എഴുന്നേൽപ്പിക്കേണ്ടതിനെ എഴുന്നേൽപ്പിക്കാൻ, സൗഖ്യമാക്കേണ്ടതിനെ സൗഖ്യമാക്കാൻ, കരുത്ത് പകരേണ്ടതിന് കരുത്ത് പകരാൻ, ബലം കൽപ്പിക്കേണ്ടതിന് ബലം കൽപ്പിക്കാൻ യേശുവിൻ്റെ നാമത്തിൽ ആ സാന്നിധ്യം ഇന്ന് പകലിറങ്ങുകയാണ്. സർവശക്തിയുള്ള ദൈവമേ, ഉന്നതനായ ദൈവമേ, ഉയർന്നിരിക്കുന്ന ദൈവമേ, രോഗശാന്തിയും ആരോഗ്യവും വരുത്തി അവയുടെ അടിപ്പിണരിനാൽ മാറാത്ത ചില മുറിവുകളെ പൊറിപ്പിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യത്തിനായി സ്തോത്രം, ദൈവശക്തിക്കായി സ്തോത്രം, ബലം കൽപ്പിച്ചതിനായി സ്തോത്രം, പരിശുദ്ധാത്മാവ് ടച്ച് ചെയ്തതിനായി സ്തോത്രം, ദൈവകൃപ വ്യാപരിച്ചതിന് സ്തോത്രം, അവിടുത്തെ ആത്മാവിൻ്റെ ഇടപെടിയിൽ വെളിപ്പെട്ടു വന്നതിനായി സ്തോത്രം. സകല മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ക്രിസ്തുവിൽ വാത്സല്യ സഹോദരങ്ങളെ, രോഗശാന്തിയും ആരോഗ്യവും ബലവും കൽപ്പിക്കുന്ന ദൈവത്തിന് നന്ദി പറയാം. സമാധാനത്തിൻ്റെ സമൃദ്ധി, സത്യത്തിൻ്റെ സമൃദ്ധി, ജീവൻ്റെ സമൃദ്ധി ഇന്ന് പകൽ നമ്മുടെ മേൽ വെളിപ്പെടുത്തി അവിടുന്ന് ആദരിക്കും. ഈ വചനങ്ങൾ അവിടുന്ന് സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ബിജു മാത്യു.